നമസ്കാരം. ഇന്ന് രേവതി നക്ഷത്രത്തിനെ കുറിച്ചാണ് ഞാൻ പ്രവചിക്കാൻ പോകുന്നത്. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ 2025 പുതുവർഷത്തെ സമ്പൂർണ്ണ ജ്യോതിഷ ഫലങ്ങളാണ് പ്രവചിക്കുന്നത്. അധ്യാപനം ഉപജീവമാക്കിയ ആൾക്കാർക്ക്, അതായത് ടീച്ചർ, ലെക്ചർമാർ, പ്രൊഫസർമാർ, മറ്റുള്ള എല്ലാ രീതിയിലുള്ള അധ്യാപകന്മാർക്കും അവർക്ക് ശമ്പള പരിഷ്കരണം നടക്കാനും പ്രൊമോഷൻ കിട്ടാനുള്ള സാധ്യത കാണുന്നു. ഇനി അധ്യാപനം നടത്തുവാൻ വേണ്ടിയിട്ട്, അത് അധ്യാപകരാകാൻ വേണ്ടിയിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് ജോലിക്കൊന്നും പ്രയാസം കൂടാതെ തന്നെ ഈ വർഷം ജോലി ലഭിക്കുന്നതാണ്. വിദ്യാഭ്യാസത്തിലെ പുതിയ രീതികൾ കണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ വിദ്യാഭ്യാസം ഗുണനിലവാരമുള്ളതാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളും നാളെ ക്വാളിറ്റിയുള്ള ഒരു അധ്യാപകരായി തീരട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. തത്വചിന്തകർക്കും ഗുണകരമായ സമയമാണ്. അവർക്കും വളരെയധികം പ്രയോജനമുള്ളൊരു സമയമാണിത്. അതുപോലെ നിരൂപണ സാഹിത്യകാരന്മാർക്ക് അവർക്ക് നല്ല രീതിയിൽ അവർ നിരൂപണ രചനകൾ അല്ലെങ്കിൽ അതെല്ലാം അവർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ നല്ല രീതിയിൽ ഏത് വിഷയത്തെക്കുറിച്ചും ആധികാരികമായി അറിയാവുന്ന ആൾക്കാർ, പ്രസംഗിക്കാനുള്ള കഴിവുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് നല്ല സമയമാണ്. അവർക്ക് നല്ല രീതിയിൽ പ്രസംഗിക്കാനും അതുവഴി നല്ല പണം ഉണ്ടാക്കാനും സാധിക്കും. വളരെ അറിവുള്ള ആത്മീയ ആചാര്യന്മാരെ ലോകം വളർത്തി അവരെ പരമാചാര്യൻ എന്ന പദവിയിലേക്ക് എത്തിക്കുന്നതാണ്. ന്യായാധിപന്മാർക്കും ശമ്പള പരിഷ്കരണം ഉണ്ടാകാം. അഭിഭാഷകർക്കും സർക്കാർ ജോലികളിൽ പ്രവേശിക്കാൻ, അതായത് സർക്കാർ അഭിഭാഷകനോ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാകാനായിട്ട് അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് അതിനുള്ള യോഗം ഈ വർഷം കാണുന്നുണ്ട്. അതുപോലെ ന്യായാധിപന്മാർ പോലുള്ള ബഹുമാന പദവികളിലേക്ക് എത്തിച്ചേരുന്നതിനും അഭിഭാഷകർക്ക് യോഗം കാണുന്നു. നിയമം പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർക്ക് അഡ്മിഷൻ കോളേജിൽ കിട്ടുകയും അവർക്ക് പഠനം പൂർത്തിയാക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ഫിനാൻഷ്യൽ കൈകാര്യം ചെയ്യുന്ന ജോലികൾ ചെയ്യാൻ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മെച്ചപ്പെട്ട സമയമാണ്. ബാങ്കിങ് മേഖല, ഇൻഷുറൻസ് കമ്പനി, ഫിനാൻസ് കൺസൾട്ടൻസ്, ഫിനാൻഷ്യൽ അഡ്വൈസർ, അക്കൗണ്ട് ഓഫീസർ, ക്യാഷ് ഓഫീസർ മുതലായവയ്ക്ക് അവർക്ക് തീർച്ചയായിട്ടും ശ്രമിച്ചു കഴിഞ്ഞാൽ ജോലി ലഭിക്കുന്നതാണ്. ടാക്സ് കൺസൾട്ടൻ്റായി ജോലി ചെയ്യുന്നവർക്കും ഈ വർഷം ധാരാളം ഗുണങ്ങൾ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. ചിത്രം വരയ്ക്കുന്നവർക്കും അതിൻ്റെതായിട്ടുള്ള പ്രയോജനം ഈ വർഷം ലഭിക്കുന്നതാണ്. സംഗീതജ്ഞന്മാർക്കും പല നല്ല അവസരങ്ങളും തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. കലാകാരികൾക്കും കലാകാരന്മാർക്കും എല്ലാ രീതിയിലുള്ള കലകളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കും വളരെ മെച്ചപ്പെട്ട അവസരങ്ങൾ അവർക്ക് ലഭിക്കുന്നതാണ്. എൻ്റർടൈനർമാർക്കും മാന്ത്രിക വിദ്യ പഠിപ്പിക്കുന്നവർക്കും പഠിച്ചവർക്കൊക്കെ വളരെ ഗുണം കിട്ടുന്ന ഒരു വർഷമാണ് ഈ വർഷം. ആപത്തും ദീനതയും മഹാവ്യാധികളാലും കഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ വർഷം അവർക്ക് വളരെ ആശ്വാസം ലഭിക്കും. ചാരിത്രഭംഗവും മാനഹാനിയും മാറിപ്പോകുന്നതായി നിങ്ങൾക്ക് തന്നെ സ്വയം മനസ്സിലാക്കാൻ സാധിക്കുന്നു. ധർമ്മകാര്യങ്ങൾക്കും ദൈവീക പൂജകൾക്കും ഫലപ്രദമായി തന്നെ ഗുണകരമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചാൽ ഈ വർഷം വിവാഹം നടക്കാൻ സാധിക്കും. വീട് പണി പൂർത്തിയാക്കാനും പാലുകാച്ചി താമസിക്കാനും യോഗം കാണുന്നു. പിന്നെ കോൺട്രാക്റ്റ് രീതിയിൽ സർക്കാരിൽ ജോലികൾക്ക് പ്രവേശിക്കുവാനും അവസരം ലഭിക്കുന്നതാണ്. സന്താന ഭാഗ്യം ഇല്ലാത്ത ദമ്പതിമാർക്ക് ഈ വർഷം സന്താന ഭാഗ്യം ലഭിക്കുന്നതാകുന്നു. ചില രേവതിക്കാർക്ക് അധികാര സ്ഥാനമുള്ള ജോലികൾ ലഭിക്കുന്നതാണ്. വളരെ ഉയർന്ന പദവിയുള്ള ജോലി ചില രേവതി നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നു, അത് ലഭിക്കുന്നതാണ്. സ്വർണം, രത്നം മുതലായവ സമ്മാനമായി ലഭിക്കാനും സാധ്യത കാണുന്നു. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഭക്ഷ്യസാധനങ്ങളും മറ്റും ഇവിടെ കൊണ്ടുവന്നിട്ട് വ്യാപാരം ചെയ്യുന്ന വ്യാപാരികൾക്ക് വളരെ മെച്ചമുള്ളൊരു സമയമാണ്. കോവിലുകളിൽ, അതായത് വലിയ കോവിലുകളിൽ പൂജാരി, ശാന്തി, മേൽശാന്തി എന്നീ തസ്തികകളിലേക്ക് ഗവൺമെൻറ് തിരഞ്ഞെടുക്കുന്നതിനുള്ള ഭാഗ്യവും അതിൽ രേവതി നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. നിങ്ങൾ മനസ്സിരുത്തി ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറയാൻ പോകുന്ന മോശഫലങ്ങളെ നിങ്ങൾക്ക് സ്വയം തന്നെ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ മേലധികാരികളിൽ നിന്നും പല വിധത്തിലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചില സ്ത്രീകൾക്ക് ചില പുരുഷന്മാരെയും ചില പുരുഷന്മാർക്ക് ചില സ്ത്രീകളെയും കണ്ണെടുത്താൽ കണ്ടുകൂടായിക എന്ന ഒരു ദോഷം ഈ വർഷം വരാം. വളരെ ശ്രദ്ധിക്കുക. ഒരു അകലം പാലിക്കുക. അലച്ചിൽ വരാം, അതായത് ആവശ്യമില്ലാത്ത യാത്രകൾ വരാം, അത് കഴിയുന്നതും ഒഴിവാക്കുക. ആവശ്യത്തിന് മാത്രം യാത്ര ചെയ്യുക. ഉദരവ്യാധികൾ വരാതെ ശ്രദ്ധിക്കേണ്ടതാണ്. കുടലിൽ പുണ്ണുള്ളവർ വൈദ്യസഹായം തേടുക. നിങ്ങളുടെ ശീലങ്ങളെ മുതലെടുത്ത് നിങ്ങളെ കെണിയിൽപ്പെടുത്താൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. ആയതിനാൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ തരത്തിലുള്ള ദുശീലങ്ങൾ ഉണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കുക.
എന്തിനും ഏതിനും ഫോട്ടോ വീഡിയോ പകർത്തി മീഡിയയിൽ ഇടുന്നൊരു കാലമാണ്. വളരെ ശ്രദ്ധിക്കുക. മാനഹാനി പോലുള്ള വരാനും കേസ് കൊടുക്കാനും ഒക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. മാനഹാനി, ധനനഷ്ടം ഇവയെല്ലാം വരാനുള്ള സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിക്കണം. സർപ്പം കടിക്കുന്നതിനും അതുപോലെ വിഷബാധ ഏൽക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക. ദുർജനങ്ങളുമായിട്ടുള്ള സംസർഗം പല ദുരിതങ്ങളും നിങ്ങൾക്ക് ഉണ്ടാക്കി വയ്ക്കുന്നു. കുടുംബജീവിതം തകരാറിലാവാം. കത്തിക്കുത്ത് മുതലായവ ഉണ്ടായി അതിനുമൂലമുണ്ടാകുന്ന മുറിവിൽ കൂടി ധാരാളം രക്തം ഒഴുകിപ്പോകുന്നതിനും ഒരുപക്ഷെ ഒരു അശ്രദ്ധ മൂലം ആരും ആശുപത്രി കൊണ്ടുപോകാനില്ലെങ്കിൽ മരണപ്പെടുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. വളരെ ശ്രദ്ധിക്കുക. ദുർജനങ്ങളുമായി കൂട്ടുകൂടിയാൽ പൂജാതി സൽക്കർമ്മങ്ങളൊന്നും ഫലിക്കുകയില്ല. എന്ത് നല്ല പൂജ ചെയ്താലും ഫലിക്കാത്തൊരവസ്ഥ വരാം. അകാരണമായ ഭയം നിങ്ങളെ വേട്ടയാടിയേക്കാം. അന്യ ആൾക്കാരിൽ നിന്നും സാമ്പത്തിക വഞ്ചന വരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിദേശത്ത് പോകാനുള്ള സാധ്യതയും ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ചിലർക്ക് കാണുന്നുണ്ട്. വിദേശത്ത് ജോലിക്കും പഠിക്കാനൊക്കെ പോകാനുള്ള സാധ്യത രേവതി നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. നിങ്ങൾ എത്ര ഉപകാരം ചെയ്താലും അതൊന്നും വിലക്കെടുക്കുകയോ ഉപകാരസ്മരണ പോലും നോക്കാതെ നിങ്ങൾ ആ ഉപകാരം ചെയ്ത ആൾക്കാർ നിങ്ങളോട് വൈരാഗ്യം പുലർത്തുകയും ഒക്കെ ചെയ്യേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പരിഹാരമായി ഭദ്രകാളി ദേവി പൂജയോ വീരഭദ്രസ്വാമി പൂജയോ കാലഭൈരവസ്വാമി പൂജയോ അല്ലെങ്കിൽ നരസിംഹമൂർത്തി ഹോമമോ ഒക്കെ ചെയ്യുക. അത് പരിഹാരമാണ്. ഏതു കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും തടസ്സം വന്നാൽ ശ്രീ വിഘ്നവിനാശകന് ആയ ഗണപതി ഭഗവാൻ മഹാഗണപതി ഭഗവാന് 3 തേങ്ങ നിങ്ങൾ ഉടച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ഇത് പരിഹാരം ഉണ്ടാകുന്നതാണ്. അത്രയും വലിയ കാര്യസാധ്യത്തിനാണെങ്കിൽ മഹാഗണപതി ക്ഷേത്രത്തിൽ മഹാഗണപതിയുള്ള ക്ഷേത്രത്തിൽ പോയി 101 തേങ്ങ ഉടച്ചാൽ അതിന് നിങ്ങൾക്ക് പരിഹാരം കിട്ടുന്നതാണ്. വീട് പണി തുടങ്ങുവാൻ, അതായത് വീട് നിർമ്മിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഓരോ ഘട്ടത്തിലും വളരെ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം ധാരാളമായിട്ടുണ്ടാകാം. മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കഷ്ടനഷ്ടങ്ങൾ ഒഴിവാക്കുവാൻ തീർച്ചയായിട്ടും സാധിക്കും. അതുവഴി നിങ്ങൾക്ക് ഞാൻ പ്രവചിച്ചിട്ടുള്ള ഗുണഫലങ്ങളെല്ലാം തന്നെ അനുഭവിക്കേണ്ട യോഗം നിങ്ങൾക്ക് കാണുന്നു. പഞ്ചഭൂതങ്ങളിൽ നിങ്ങളുടെ ഭൂതമായ ആകാശത്തെ വന്ദിക്കുക. ഏത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും ആകാശത്തെ വന്ദിക്കുന്നത് നിങ്ങൾക്ക് ഗുണകരമായിരിക്കും. നിങ്ങളുടെ മൃഗമായ ആനയ്ക്ക് തീറ്റ കൊടുക്കുക. നിങ്ങളുടെ പക്ഷിയായ മയിലിന് തീറ്റ കൊടുക്കുക. നിങ്ങളുടെ വൃക്ഷമായ ഇരിപ്പ എന്ന വൃക്ഷത്തെ വന്ദിക്കുക. നിങ്ങളുടെ ഇഷ്ടദൈവമായ മഹാവിഷ്ണു ഭഗവാനെയും അല്ലെങ്കിൽ മഹാവിഷ്ണു ഭഗവാന്റെ അവതാരമൂർത്തികളായ മറ്റുള്ള ഭഗവാന്റെ ക്ഷേത്രം, കൃഷ്ണ ക്ഷേത്രത്തിലോ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലോ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലോ അങ്ങനെയൊക്കെയുള്ള ക്ഷേത്രങ്ങളിൽ പോയി നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും. വിഷ്ണു സഹസ്രനാമ പാരായണവും ലക്ഷ്മിനാമ മന്ത്ര ജപവും എല്ലാം നല്ലതാകുന്നു. ഈ ദുരിതങ്ങളൊന്നും ഉണ്ടാവാതെ കാത്തുരക്ഷിക്കും. രേവതി നക്ഷത്രവും ബുധനാഴ്ചയും വരുന്ന ദിവസം നിങ്ങൾ തീർച്ചയായും ക്ഷേത്ര ദർശനം നടത്തിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഗുണങ്ങൾ ലഭിക്കുന്നതാണ്. ഞാനിവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. 100% കൃത്യതയോടുള്ള ഫലങ്ങൾക്ക് നിങ്ങളുടെ ജാതക പരിശോധന ആവശ്യമാകുന്നു. ഈ പുതുവർഷത്തിൽ നിങ്ങൾക്ക് എല്ലാവിധ ആയുസ്, ആരോഗ്യ, സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ഭഗവാൻ നിങ്ങൾക്ക് നൽകുമാറാകട്ടെ എന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായതോ വാസ്തുപരമായതോ പൂജാപരമായതോ രത്നം ധരിക്കുന്നതിനോ രുദ്രാക്ഷം ധരിക്കുന്നതിനോ ഉള്ള സംശയം മാറുന്നതിന് എന്നെ ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക. എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ്. നന്ദി, നമസ്കാരം.